ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ശരവണ, നിനക്കുള്ള ജെആറിന്റെ വിരുന്ന് ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഇനി നിന്നെ ഞാൻ സൽക്കരിക്കും. സൽക്കരിച്ചങ്ങ് കൊല്ലും. വരൂ, ഇരിക്കൂ സുജാത. മോള് വാ. ഇവിടെ നിങ്ങൾ ആരെയും പേടിക്കേണ്ട കാര്യമില്ല. ആദ്യം നിങ്ങൾ സമാധാനമായിട്ടൊന്ന് ഇരിക്കും മോളെ. ആ, സുധി ഹരി അന്വേഷിച്ചു പോയിട്ടുണ്ട്. ഹരിയുടെ ഒരു സുഹൃത്തുണ്ടല്ലോ, ആ പത്രപ്രവർത്തകൻ അനന്തൻ. അയാളുടെ സുഹൃത്തിനെ കൊണ്ട് അന്വേഷിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഹരി അയാളുടെ അടുത്ത് തന്നെ ഉണ്ടാവും. മോളെ നിധി, നീ എന്തൊന്നും പറയാത്ത? ഒന്നുമില്ല ചെറിയച്ച. എന്നിവിടെ ചെറിയച്ചന്റെ അടുത്തെത്തിച്ച് സുരക്ഷിതമായി നിർത്തുമ്പോഴും അമ്മയുടെ മനസ്സിലെ തീയാണ്. അച്ഛന്റെ കാര്യം ഓർത്തിട്ട് അച്ഛനൊന്ന് അന്വേഷിക്കാൻ എന്താ മാർഗം? അതിപ്പോ രഘുസാറ് പോയിരിക്കുന്നത് എവിടേക്കാണെന്ന് ചെറിയച്ഛന് അറിയില്ലല്ലോ മോളെ. പിന്നെന്ത് ചെയ്യാനാ? രഘുവേട്ടൻ എന്തിനു വേണ്ടിയാണോ വേഷം മാറി അവന്റെ കൂടെ നിന്നത്, അത് സാധിക്കാൻ പോവാ. അവനെതിരെ അന്വേഷണം നടന്നു. അവനെതിരെ ആളുകൾ സംഘടിച്ചു. പക്ഷെ അതുകൊണ്ടൊന്നും അവനെ തളർത്താനാവില്ല. തോൽക്കാൻ പോകുന്നു എന്നൊരു തോന്നൽ വന്നാൽ അവൻ പിന്നെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കുഴപ്പം പിടിച്ചതായിരിക്കും. ഈ ജെആറിനോട് വളരെ അടുത്ത ചിലരുണ്ടല്ലോ. ഓഫീസിലെ സ്വാമി, പിന്നെ വീണയുടെ ഭർത്താവ് വിപിൻ. അവരാരെങ്കിലും കാണേണ്ട രീതിയിലൊന്ന് കണ്ടാലേ രഘുസാറിന്റെ കാര്യത്തിൽ ഒരു ഉത്തരം കിട്ടും. സുധി ഒന്ന് തിരിച്ചെത്തട്ടെ, വേണ്ടത് ഞാൻ ചെയ്തോളാം. ഒരിക്കൽ സുജാത എന്റെ ഏട്ടനൊരു വാക്കു കൊടുത്തു. ഒരു കാരണവശാലും എന്റെ മോളെ കൈവിടില്ല എന്ന്. ഈ സമയം വരെ എല്ലാ വേദനയും സഹിച്ച് സുജാത വാക്ക് പാലിച്ചു. അതെ, അതൊരു അമ്മയുടെ ചുമതലയാ. അമ്മ ദൈവത്തിന് തുല്യ. ഇതൊന്നും ദൈവം കാണാതെ പോവില്ല. ഒരുപക്ഷെ കുറച്ചു നേരം കൂടി നമ്മളെല്ലാവരും കുറച്ച് പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരും. അത് കഴിയുമ്പോ എന്നേക്കുമായ ഒരു പരിഹാരം ദൈവം തിരിച്ചു തരും. എനിക്കത് ഉറപ്പാ. ഞാൻ വരട്ടെ, എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ. മധുര നൊമ്പരക്കാറ്റ്